കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനി പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. ശ്രീമദ് ഭാഗവതം ഏകാദശ സ്കന്ധം അധ്യായം 27. നമ്മൾ ശ്ലോകം 26 ചെയ്തു അല്ലേ? ഭഗവാനെ ആസനത്തിലിരുത്തിയിട്ട് ആസനത്തിൽ ഹൃദയം രൂപ 8 തളം പത്മം എന്നൊക്കെ പറഞ്ഞില്ലേ. അപ്പം ഞാൻ വേറൊരു അതിനും ഞങ്ങൾ കുറച്ചുകൂടിയും വായിക്കാൻ ശ്രമിക്കുകയായിരുന്നു. പക്ഷെ അതിലപ്പോൾ പൂജാവിധി അത്ര വിസ്തരിച്ച് പറഞ്ഞിട്ടില്ല. പക്ഷെ വേറൊരു കാര്യം, ജ്ഞാനാനന്ദ സരസ്വതിയുടെ ഭാഗവത എന്താ അതിൻ്റെ പേര് നോക്കട്ടെ കേട്ടോ, ജ്ഞാനാനന്ദ സരസ്വതി ഭാഗവത രഹസ്യത്തിൽ വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അത് വളരെ എന്ത് പ്രതീകമാണ് എന്നുള്ളത്. അതായത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഈ ജലവും ഗന്ധവും, അതായത് നമ്മളിപ്പോൾ എന്താണ് ധൂപം ദീപത്തിൽ വാസനയുള്ള ചന്ദനം, അങ്ങനത്തെ വാസന ഉള്ളതാണ് ഗന്ധം. ജലവും ഗന്ധവും ചന്ദനവും അല്ലെങ്കിൽ ചന്ദനത്തിരിയൊക്കെ ആവാം. ജലവും ഗന്ധവും പുഷ്പവും ധൂപവും ദീപവും നൈവേദ്യവും എല്ലാ പൂജയ്ക്കും വേണമെന്ന്. എന്താ കാരണം വെച്ചിട്ടുണ്ടോ? ജലം ഈ പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമാണല്ലോ ഈ ലോകം തന്നെ അല്ലേ? ഈ ലോകത്തിൽ കാണുന്ന എല്ലാം പഞ്ചഭൂത നിർമ്മിതമാണ്. അപ്പം ജലം പഞ്ചഭൂതമായ ജലത്തിനെയും ഗന്ധം ഭൂമിയെയും, ഭൂമിയുടെ സട്ടിൽ എലിമെൻ്റ് ആണല്ലോ, പുഷ്പം ആകാശത്തിനെയും ധൂപം വായുവിനെയും ദീപം അഗ്നിയെയും, അപ്പം 5 പഞ്ചഭൂതങ്ങളായി. അതിൻ്റെ പ്രതീകമാണത്രേ. അതുകൊണ്ട് അതെന്തായാലും പൂജയ്ക്ക് വേണമെന്ന്. ജലം ഗന്ധം, അതായത് ചന്ദനോ എന്തെങ്കിലും വേണം, ജലം വേണം. അത് പഞ്ചഭൂതങ്ങളിൽ ഒന്നായ ജലത്തിനെ പ്രതീകമായിട്ട് അല്ലെങ്കിൽ പ്രതിനിധീകരിച്ചുകൊണ്ട്, ഗന്ധം ഭൂമിയെ, പുഷ്പം ആകാശത്തിനെ, ധൂപം വായുവിനെ, ദീപം അഗ്നി അല്ലേ? പിന്നെ അതിൻ്റെ പ്രതീകങ്ങളാണതൊക്കെ. നമ്മളിപ്പോൾ ഈ കൊടുക്കണതൊക്കെ അതായത് നമ്മളെ ശരീരം, എനിക്ക് വളരെ ഇഷ്ടമായത്, നമ്മളെ ശരീരം പഞ്ചഭൂത നിർമ്മിതമാണ്. അപ്പം ആ ജലവും ഗന്ധവും പുഷ്പവും ധൂപവും ദീപവും ഈ പഞ്ചഭൂതങ്ങളുടെ പ്രതീകങ്ങളാണ്. ഇനി വാക്കും വിചാരവും പ്രവൃത്തിയും ആണ് അതായത് വാക്കും വിചാരവും പ്രവൃത്തിയും ആയിട്ടുള്ള 3 രൂപത്തിലാണ് ഈ നമ്മുടെ വാക്കും പ്രാണനും മനസ്സും ഈ ജീവൻ്റെ. അപ്പോൾ അതിൻ്റെ പ്രതീകമാണത്രേ നിവേദ്യം. ഏതിൻ്റെ? വാക്കിൻ്റെയും പ്രാണൻ്റെയും മനസ്സിൻ്റെയും പ്രതീകമായിട്ടാണ് നിവേദ്യം. അപ്പോൾ അതുകൊണ്ടാണ് ജലം ഗന്ധം പുഷ്പം ധൂപം ദീപം നിവേദ്യം വേണം. അപ്പോൾ എന്താ അതിൻ്റെ അർത്ഥം വെച്ചാൽ, നമ്മളെ തന്നെ, നമ്മുടെ ഈ ശരീരം എന്തുകൊണ്ടാണ് പഞ്ചഭൂത നിർമ്മിതം. പിന്നെ ഈ ജീവൻ്റെ പ്രതീകമാണ് നിവേദ്യം. ഏതിൻ്റെ? വാക്കിൻ്റെയും പ്രാണൻ്റെയും മനസ്സിൻ്റെയും. അതായത് നമ്മൾക്ക് എപ്പോഴും അത് വേണമല്ലോ. വാക്കും വായും, നമുക്ക് പ്രാണനും വാക്കും, നമ്മളെപ്പോഴും എന്ത് എക്സ്പ്രസ് ചെയ്യണമെങ്കിലും വാക്ക് വേണം അല്ലേ? അത് വളരെ ഇതാണ്. പിന്നെ പ്രാണൻ കൊണ്ടാണ് നമ്മൾ ഓരോ ശ്വാസം വലിക്കണത് തന്നെ അല്ലേ? വൈറ്റൽ എയർ. പിന്നെ മനസ്സാണ് നമ്മുടെ ഈ ലോകത്തിനെ സങ്കല്പിക്കണത് തന്നെ. അപ്പം ഈ പഞ്ചഭൂത നിർമ്മിതമായ ശരീരവും നമ്മുടെ വാക്കും പ്രാണനും മനസ്സും ആകുന്ന ഈ നമ്മളെ തന്നെ പഞ്ചഭൗതികമായ ജഗത്തിൽ ഈ ഭൂതമയങ്ങളായ പദാർത്ഥങ്ങളിൽ നമ്മൾ ഇങ്ങനെ വ്യാപരിക്കുകയാണല്ലോ ജീവൻ. അപ്പോൾ എന്താ അതിൽ നമ്മൾ ഈ എന്താണ് ജലവും ഗന്ധവും പുഷ്പവും ധൂപവും ദീപവും നിവേദ്യം നമ്മൾ അർപ്പിക്കണേൻ്റെ സിംബോളിസം എന്താ വെച്ചാൽ, വാക്കിനും മനസ്സിനും അതീതനും അല്ലേ ഭഗവാൻ, നിർഗുണസ്വരൂപിയുമായിട്ട് ഈശ്വരനിൽ നിന്നാണ് ഇതൊക്കെ ഉണ്ടായത്. നമ്മൾ സൃഷ്ടിയിൽ കണ്ടുല്ലോ. അതൊക്കെ ആ ഈശ്വരനിൽ തന്നെ ലയിപ്പിക്കുക എന്നതാണ് ഈ ദ്രവ്യങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള പൂജയുടെ സിംബോളിസം. അതിൻ്റെ പ്രതീകാത്മക തന്നെ അതാണെന്ന്. അതുകൊണ്ടാണ് അത് പറഞ്ഞത്. കാരണം പഞ്ചഭൂത നിർമ്മിതമായ ശരീരത്തിനെ കാണിക്കുന്ന ജലം ഗന്ധം പുഷ്പം ധൂപം ദീപവും നിവേദ്യവും, പിന്നെ വാക്കിനെയും പ്രാണനെയും മനസ്സിനെയും കാണിക്കുന്നതാണ് നിവേദ്യവും. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ, നിർഗുണബ്രഹ്മത്തിൽ നിന്ന് ഉണ്ടായതാണ് ഈ പഞ്ചഭൂതങ്ങളും നമ്മുടെ എല്ലാ മനസ്സും ഇന്ദ്രിയങ്ങളും എല്ലാം അല്ലേ? അപ്പം അതിനെ നമ്മൾ
പ്രതീകാത്മകമായിട്ട് ഈശ്വരനിൽ തന്നെ ലയിപ്പിക്കുക എന്നാണത്രേ ഈ ദ്രവ്യങ്ങളൊക്കെ ഭഗവാന് കൊടുക്കണതിൻ്റെ അർത്ഥം. അത് മനസ്സിലാക്കിയിട്ട് നമ്മൾ ഭഗവാനിൽ ഉപചാരപൂർവം അർപ്പിക്കേണ്ടതാണ് എന്ന് ഞാൻ അതിൻ്റെ സിംബോളിസിനെ പറ്റി വായിച്ചു. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഇനി എങ്ങനത്തെ ഭഗവാനിൽ നിന്നുള്ളതാണ് ഭഗവാന്റെ ആ സുദർശനചക്രമൊക്കെ പിടിച്ചിട്ട്, അതായത് 8 കയ്യിലും പിന്നെ ആയുധങ്ങളൊക്കെ പിടിച്ചിട്ടുള്ളതാണ് പറയണം കേട്ടോ. ഇനി നമുക്ക് 27 വായിക്കാം. സുദർശനം പാഞ്ചജന്യം ഗദാസീഷു ധനുർ ഹലാൻ മുസലം കൗസ്തുഭം മാലാം ശ്രീവത്സം ചാനുപൂജയേത്. വെറുതെ നമ്മൾ പറഞ്ഞു പോവേണ്ടു എന്തൊക്കെയാണ്. സുദർശനവും പാഞ്ചജന്യവും ശംഖേ ഗദ, പിന്നെ ഗദ, വാള്, സുദർശനം, പാഞ്ചജന്യം അത് ഭഗവാന്റെ ശംഖ അല്ലേ, ഗദ, വാള്, അസ്ത്രം, വില്ല്, ഹലം, മുസലം ഇത് 8 കൈകളിലും, കൗസ്തുഭരത്നം, വനമാല, ശ്രീവത്സം എന്നിവയെ മാറിടത്തിലും ധ്യാനിച്ച് പൂജിക്കണം. 8 കൈയുള്ള ഭഗവാനെയാണ് അപ്പോൾ ഇതിൽ പൂജിക്കാൻ പറയണത് കേട്ടോ. ഭഗവാൻ ചതുർഭുജ വിഷ്ണു അല്ല, 8 കൈയുണ്ട്. അതിലൊക്കെ ഓരോന്നിൽ ഓരോ ആയുധങ്ങളുണ്ട്. സുദർശനം, പാഞ്ചജന്യം, ഗദ, വാള്, പിന്നെ അസ്ത്രം, പിന്നെ വില്ല്, കലപ്പ അതൊക്കെ ഉണ്ട് കേട്ടോ. മുസലം, ഒലയ്ക്ക, കൗസ്തുഭം, വനമാല നമുക്കറിയാലോ. അതൊക്കെ ധരിച്ചിട്ടുള്ള ഭഗവാനെയാണ് ധ്യാനിക്കേണ്ടതെന്ന് ഭഗവാൻ പ്രത്യേകം പറയുന്നുണ്ട് കേട്ടോ. അതാണ് അത് നമുക്ക് സുദർശന ചക്രവും പാഞ്ചജന്യവും ഗദ, വാള, അമ്പ്, വില്ല, കലപ്പ, മുസലം, കൗസ്തുഭം, വനമാല, ശ്രീവത്സം അത് നമ്മൾ ധരിക്കാൻ എളുപ്പമല്ലേ, വിഷമാണില്ലല്ലോ. ഇനി സുദർശനം പാഞ്ചജന്യം ഗദാസീഷു ധനുർ ഹലാൻ മുസലം കൗസ്തുഭം മാലാം ശ്രീവത്സം ചാനുപൂജയേത്. പിന്നെ നന്ദം സുനന്ദം, ആൾക്കാരെയും കൂടുതലുള്ള ആൾക്കാരെയും നന്ദം സുനന്ദം ഗരുഡം പ്രചണ്ഡം ചണ്ഡമേവച മഹാബലം ബലം ചെയ്വ കുമുദം കുമുദേക്ഷണം അവരൊക്കെ ഉണ്ടെന്ന് സങ്കല്പിക്കണം എന്ന് പറയുന്നുണ്ട്. അതായത് ആരൊക്കെ, പിന്നെ അടുത്ത നന്ദനും സുനന്ദനും വൈകുണ്ഠത്തിൽ അവരൊക്കെ ഉണ്ടല്ലോ. നന്ദൻ, സുനന്ദൻ, പ്രചണ്ഡൻ, ചണ്ഡൻ, മഹാബലൻ, ബലൻ, കുമുദൻ, കുമുദേക്ഷണൻ, ഇങ്ങനെ ഈ 8 ആളുകളെയും 8 ദിക്കിലും ഗരുഡനെ പിന്നിലും നമ്മൾ ധ്യാനിച്ച് പൂജിക്കണം. ഇവരെപ്പോഴും ഭഗവാന്റെ കൂടെ ഉള്ളവരാണ്, ഭഗവാന്റെ പാർഷദന്മാരാണ്, ഏറ്റവും അടുത്ത പാർഷദന്മാരാണ് നന്ദൻ, സുനന്ദൻ, പ്രചണ്ഡൻ, ചണ്ഡൻ, മഹാബലൻ, ബലൻ, കുമുദൻ, കുമുദേക്ഷണൻ. അത് ഭഗവാന്റെ 4 പുറമുള്ള 8 ദിക്ക്. അതായത് ഏതൊക്കെ 8 ദിക്കെന്ന് നമുക്കറിയാലോ, വടക്ക്, കിഴക്ക്, പടിഞ്ഞാറ്, തെക്ക്. പിന്നെ ഈ കോണുകളൊക്കെ 4 കോണുകളും കോർണേഴ്സും, അപ്പോൾ 8 ആയില്ലോ. അപ്പോൾ 8 ദിക്കിലും ഈ പറഞ്ഞ ആൾക്കാർ നിൽക്കുന്നുണ്ടെന്ന് സങ്കല്പിച്ച് ഭഗവാന്റെ 4 പുറവും, പിന്നെ പിന്നിലായിട്ട് ഗരുഡനെയും സങ്കല്പിച്ച് പൂജിക്കണം. നന്ദം സുനന്ദം ഗരുഡം പ്രചണ്ഡം ചണ്ഡമേവച മഹാബലം ബലം ചൈവ കുമുദം കുമുദേക്ഷണം ദുർഗം വിനായകം വ്യാസം വിക്ഷ്വക്സേനം ഗുരൂൻ സുരാൻ സ്വേ സ്വേ സ്ഥാനേ ത്വഭിമുഖാൻ പൂജയേൽ പ്രോക്ഷണാദിഭിഹി. ഇനി എന്താ പറയണറിയോ, ദുർഗാം വിനായകം അല്ലേ, അതല്ലേ പറയണ. അതെ, ഇനി എന്താ പറയണ വെച്ചാൽ പിന്നെ ദുർഗ വിനായകൻ വെച്ചാൽ ഗണപതി, വ്യാസൻ വേദവ്യാസൻ, വിക്ഷ്വക്സേനൻ, പിന്നെയോ ഭഗവാന്റെ തന്നെ പേരാണതൊക്കെ കേട്ടോ, ഭഗവാൻ തന്നെയാണ്. ഗുരുൻ, അതായത് ഇവരെ 4 പേരെയും 4 കോണുകളിൽ ദുർഗയും വിനായകനെയും വ്യാസവും വിശ്വക്സേനെയും ഗുരുൻ അവരെ 4 കോണുകളിലും ഗുരുക്കന്മാരെ സ്വേ സ്വേ സ്ഥാനെ, അതായത് ഇടത്ത് ഭാഗത്തും ദേവന്മാരെ സുരാൻ ദേവന്മാരെ കിഴക്ക് ഭാഗത്തും എന്താണ് ഭഗവാന് അഭിമുഖാൻ ഭഗവാന് അഭിമുഖമായിട്ട് കൽപ്പിച്ച് അർഘ്യാദികൾ കൊണ്ട് പൂജിക്കണം. അവരെയും പൂജിക്കണം. നന്ദൻ സുനന്ദൻ അവരെ പറഞ്ഞില്ലേ കഴിഞ്ഞ ഇതിലെന്താ പറഞ്ഞ വെച്ചാൽ എന്താണ് ദുർഗാ ഭഗവതി, പിന്നെ ഗണപതി, വിശ്വക്സേനൻ, ഗുരുക്കന്മാർ, ദേവന്മാർ എന്നിവരെയെല്ലാം അവർക്ക് ഉചിതമായിട്ടുള്ള സ്ഥാനത്ത് ഓർമ്മിച്ച് പൂജിക്കണം എന്നാണ് ഇതിൽ പറഞ്ഞത്. അതായത് ശരിക്കും വൈകുണ്ഠത്തിലത്തെ ഭഗവാന്റെ കൂടെ ഉള്ളവരെ മുഴുവൻ നമ്മൾ ഫോട്ടോയിലൊക്കെ കാണുള്ളൂ, അവരെ മുഴുവൻ പൂജിക്കണം എന്ന് തന്നെയാണ് പറയണത് കേട്ടോ.
ഇവിടെ വളരെ രസകരമായിട്ടൊരു കാര്യം ഞാൻ പണ്ട് വായിച്ചു തന്നെയാണ്, ഞാനതൊക്കെ എഴുതിയെടുത്തായിരുന്നേ. കുറേ കാലം ഞാൻ ചെല്ലിയിരുന്നു, ഇപ്പം ഞാൻ ചെല്ലാണ്ട് ചെയ്യാതെ. അതായത് ഈ ഗർഗഭാഗവതത്തിൽ പിന്നെ ഒരു ശ്രീകൃഷ്ണ പൂജ ഉണ്ട്. അപ്പം അതിൽ നല്ല രസമുണ്ട് കേട്ടോ. അതിൽ അനവധി ശ്ലോകമുണ്ട്. ഓരോന്നും ആവാഹനം, അതായത് ഭഗവാൻ ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ ആവാഹിച്ചു കൊണ്ടുവരിക, പിന്നെ ആസനം കൊടുക്കുക, പിന്നെ പാദ്യം, പിന്നെ സ്നാനം, പിന്നെ മധുപർക്കം കുടിക്കാൻ കൊടുക്കണത്, പിന്നെ അമ്പരം അതായത് വസ്ത്രം കുളി കഴിഞ്ഞിട്ടേ, പിന്നെ യജ്ഞോപവീതം പൂണൂല്, പിന്നെ ആഭരണങ്ങൾ, പിന്നെ ഗന്ധം അതായത് പിന്നെ നമ്മൾ ചന്ദനോ അതൊക്കെ, അക്ഷതം, പുഷ്പങ്ങൾ, പിന്നെ ധൂപം, ദീപം, നൈവേദ്യം, ജലം, പിന്നെ ആചമനം, പിന്നെ താമ്പൂലം വെറ്റിലൊക്കെ, ദക്ഷിണ, പിന്നെ എന്താ പറയുക നമസ്കാരത്തിനൊരു പ്രദക്ഷിണം വയ്ക്കുക, പ്രാർത്ഥന, സ്തുതി, ഇങ്ങനെ 23 ശ്ലോകം ഉണ്ട്. ആ ശ്ലോകത്തിൻ്റെ അവസാനം ഇപ്പം പറഞ്ഞ ഇവരെല്ലാം കൂട്ടിയിട്ടൊരു ഇതുണ്ട്. നല്ല എനിക്ക് ബൈഹാർട്ടായിരുന്നു, ഇപ്പം അല്ല, അപ്പം ഞാൻ ആ പുസ്തകത്തിൽ നിന്ന് വായിക്കാം കേട്ടോ. ഇപ്പം എനിക്ക് ബൈഹാർട്ടല്ല, കുറേ ദിവസം ചെയ്യാനായിട്ട് അത് കംപ്ലീറ്റ്ലി പോയി, എന്നാലും ഓർമ്മ ഉണ്ട് കുറേ. അതിൽ ഇങ്ങനെ എല്ലാം ചെയ്തിട്ട് അവസാനം പ്രാർത്ഥനയും പ്രദക്ഷിണവും നമസ്കാരവും ഒക്കെ കഴിഞ്ഞതിന് ശേഷം അതിലൊരു മന്ത്രമുണ്ട്. അത് ഇതിലൊക്കെ ഉണ്ട്, ഇൻട്രസ്റ്റിംഗ് ആണ് കേട്ടോ. അത് ഓം നമോ നാരായണായ അത് ഗർഗഭാഗവതത്തിലത്തെയാണ് കേട്ടോ. ഓം നമോ നാരായണായ പുരുഷായ മഹാത്മനെ വിശുദ്ധ സത്വധിഷ്ണ്യായ മഹാഹംസായ ധീമഹി. പൂജയുടെ അവസാനത്തിൽ ഇതൊക്കെ ധ്യാനിക്കണം എന്ന് പറയുകയാണ്. പിന്നെ ഗർഗഭാഗവതത്തിൽ കേട്ടോ, ഭഗവത് പൂജയാണ്. 23 ശ്ലോകത്തിലും ഓരോ ശ്ലോകം ഓരോന്നിനാണ് കേട്ടോ. ഓം വിഷ്ണവേ മധുസൂദനായ വാമനായ ത്രിവിക്രമായ ശ്രീധരായ ഹൃഷീകേശായ പത്മനാഭായ ദാമോദരായ സംഘർഷണായ വാസുദേവായ പ്രദ്യുമ്നായ അനിരുദ്ധായ അധോക്ഷജായ പുരുഷോത്തമായ ശ്രീകൃഷ്ണായ നമ ഇതി പാദഗുൽഭജാനു ഊരു കടി ഉദരപൃഷ്ഠ ഭുജാ കന്ധര കർണ നാസികാധര നേത്ര ശിരഃ പൃഥക് പൃഥക് പൂജയാമി ഇതി സർവാംഗപൂജാം കുര്യാത് തഥാ സഖി സശംഖചക്രഗദാ പത്മാസി ധനുർബാണ ഹല മുസലാദീൻ തഥാ. അപ്പം നമ്മൾ പറഞ്ഞ 8 ഇതിൽ പറഞ്ഞു. സശംഖ അതായത് ശംഖിനോടും ഇതിനോടൊക്കെ കൂടി നിർത്താൻ. സശംഖ ചക്ര ഗദാ പത്മാസി ധനുർബാണ ഹലമുസലാദീൻ തഥാ. പിന്നെ കൗസ്തുഭവനമാല ശ്രീവത്സ പീതാംബര നീലാംബര വംശീവേത്രാൻ തഥാ. പിന്നെ താലാംഗ ഗരുഡാംഗരഥ ദാരുകനുണ്ട്, ദാരുക സുമതി സാരഥി ഗരുഡ കുമുദ നന്ദ സുനന്ദ ചണ്ഡ മഹാബല കുമുദാക്ഷാദീൻ പ്രണവപൂർവേണ ചതുർത്ഥ്യന്ത്യേ നമ സംയുക്തേന നാംന തഥാ വിക്ഷുക്സേന. അപ്പോൾ നമ്മൾ വിക്ഷുക്സേനം പറഞ്ഞില്ലേ, ശിവ വിധി ശിവൻ ബ്രഹ്മാവ് ഒക്കെ ഉണ്ടതിൽ. ദുർഗ വിനായക ദിക്പാല വരുണ നവഗ്രഹ മാതൃകാദീൻ മന്ത്രൈഹി പൂജയേൽ എന്ന് പറഞ്ഞിട്ടാണ് അവസാനിപ്പിക്കണം. പിന്നെ കുറച്ച് ശ്ലോകങ്ങളും കൂടി ഉണ്ട് കേട്ടോ. ഞാൻ കുറേ കാലം ചെയ്തിരുന്നു, എനിക്ക് ബൈഹാർട്ടായിരുന്നു. അതിപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറയാം, അത് ഞാൻ ഷെയർ ചെയ്യാൻ വേണ്ടി പറഞ്ഞു എന്നുള്ളൂ. ഗർഗഭാഗവതത്തിലുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ആദ്യത്തെ ശ്ലോകം ആവാഹനാണ്. അപ്പോൾ ഗോലോകധാമാധിപതേ രമാപതേ ഗോവിന്ദ ദാമോദര ദീനവത്സല രാധാപതേ മാധവ സാത്വതാംപതേ സിംഹാസനേസ്മിൻ മമ സമ്മുഖോ ഭവ. സിംഹാസനത്തിൽ എൻ്റെ മുമ്പിലിരുന്നാലും അങ്ങനെ ആസനം കൊടുക്കണതാണ് കേട്ടോ. പിന്നെ ആവാഹിക്കണം കേട്ടോ. അതെ, ഇനി ആസനം കൊടുക്കും. ഇതിപ്പോൾ എന്താ അറിയോ, എൻ്റെ മുമ്പിൽ വന്നാലും എന്ന് പറഞ്ഞു, ആവാഹിച്ചു. എന്നിട്ടോ ആസനം കൊടുക്കണതും കൂടി ഞാൻ വായിക്കാം. ശ്രീ പത്മരാഗസ്ഫുര ദൂർധ്വപൃഷ്ടം അഹാർഹ വൈഡൂര്യ ഖജിൽ പദാബ്ജം. വൈഡൂര്യവും മുത്തും രത്നങ്ങളും പതിച്ച പീഠം, അതാണ് വൈകുണ്ഠപതേ ഗൃഹാണ പീതം തടി ധാടക കുംഭകണ്ഠം. എന്നിട്ട് ആസനം കൊടുത്തിട്ട് അതിലിരുത്തണത്. അങ്ങനെ ഓരോന്നിനും ഓരോ ശ്ലോകമുണ്ട്. പിന്നെ പാദ്യം, അർഘ്യം, സ്നാനം എല്ലാം അങ്ങനെ 23 ശ്ലോകമുണ്ട്. അതിൻ്റെ അവസാനമാണ് ഈ ഒരു ഇതേട്ടോ. അപ്പോൾ ഇതിൽ
ഇപ്പം പറഞ്ഞ എല്ലാവരുടെയും അതിൽ പറഞ്ഞു ആ ഒരു ധ്യാനത്തിൽ എല്ലാവരെയും ധ്യാനിക്കണം. അപ്പം അത് ഓർമ്മ വന്നപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി. അപ്പോൾ ഞാൻ ഓർമ്മിക്കാൻ ശ്രമിച്ചപ്പോൾ എനിക്കിത് മുഴുവൻ കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ പുസ്തകം നോക്കിയിട്ട് തന്നെ ഞാൻ എഴുതി വെച്ചത് ഗർഗഭാഗവതം എവിടെ ഇരിക്കണമെന്ന് എനിക്ക് പറയില്ല. പക്ഷേ ഞാൻ എഴുതി വെച്ച പുസ്തകത്തിൽ നിന്ന് ഇപ്പം പറഞ്ഞതാണ്. ആർക്കെങ്കിലും അങ്ങനെ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഞാൻ പിന്നെ അത് എഴുതി അയച്ചു തരാം. കുറച്ച് ശ്ലോകങ്ങളുണ്ട്, സാരില്ല, അത് എഴുതി അയക്കാം. അപ്പോൾ നമ്മൾ ദുർഗാ വിനായകം അത് 29 വായിച്ച് അല്ലേ, ഇനി 30ലേക്ക് പോകാം നമുക്ക്. അത് എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാണ്ട് വയ്യ തോന്നി. വളരെ നല്ലതായിട്ട് ഇപ്പോൾ ഓർമ്മ വന്നു. ഭാഗവതത്തിൽ ഇത്ര വിസ്തരിച്ച് പറഞ്ഞത് ഞാൻ വായിച്ചിട്ടുണ്ടെങ്കിലും ഇത്ര വിസ്തരിച്ച് പറഞ്ഞതൊക്കെ എനിക്ക് ഇപ്പോഴാണ് ഉള്ളിൽ പോണതേ. ചന്ദനോ ശീര കർപ്പൂര കുങ്കുമാഗരു ഗരുവാസിതൈ സലിലൈ സ്നാപയേൻ മന്ത്രൈർ നിത്യതാ വിഭവേ സതി. ഇനിയിപ്പോൾ എന്താണ് ഈ 30 പറയണ വെച്ചാൽ 30 പറയണത് എന്താ വെച്ചാൽ ചന്ദനം അത് തന്നെയാണ്. ഇതൊക്കെ ഡീറ്റെയിൽസാണ് കേട്ടോ. പിന്നെ പറ്റുവാണെങ്കിൽ നമുക്ക് പറ്റും നമുക്ക് അതിനുള്ള സൗകര്യം ഉണ്ടെങ്കിൽ ചന്ദനം, ഉശീരം, കർപ്പൂരം, കുങ്കുമം, അഖില് എന്നിവയാൽ സുഗന്ധമുള്ളതാക്കി തീർത്ഥജലം കൊണ്ട് നിത്യവും അഭിഷേകം ചെയ്യണം. ഭഗവാനെ കുളിപ്പിക്കാനുള്ള വെള്ളമാണ് പറയണത് എങ്ങനെ ആയിരിക്കണമെന്ന്. എന്താണ് സാധിക്കുക, നമുക്കതിനുള്ള സൗകര്യം അല്ലെങ്കിൽ അതിനുള്ള ഇതൊക്കെ വാങ്ങാനൊക്കെ പൈസ വേണമല്ലോ. അങ്ങനെയൊക്കെ സാധിക്കുകയാണെങ്കിൽ എന്നും തന്നെ ചന്ദനം, പിന്നെ എന്താ ഉശിരെന്ന് എനിക്കറിയില്ല, എന്തോ ഒരു വേരാണ് അതിട്ടത്. ഇനിയിപ്പോൾ രാമച്ചൊക്കെയാണോ എനിക്കറിയില്ല കേട്ടോ. കർപ്പൂരം, കുങ്കുമം, അഗരു ഇതൊക്കെ ഇട്ടിട്ട് സുഗന്ധമാക്കിയിട്ടുള്ള ജലം കൊണ്ട് വേണം ഭഗവാനെ പറ്റുംച്ചാൽ. ഇല്ലെങ്കിൽ സാധാരണ ജലമായാലും മതി. ഈ ഗർഗഭാഗവതത്തിലെ സ്നാനത്തിൽ നോക്കൂ. കാശ്മീര പാടീരവ മിശ്രിതേന സുമല്ലികോശീരവതാജലേന സ്നാനം ഗുരുത്വം യദുനാഥദേവ ഗോവിന്ദ ഗോപാലക തീർത്ഥപാദ. അങ്ങനെ തന്നെയാണ് പറയണതിലും വളരെ നന്നായിട്ട് ചെറിയൊരു ശ്ലോകത്തിൽ പറഞ്ഞു കേട്ടോ. ഇനി അതങ്ങനെ കുളിപ്പിക്കാൻ നല്ല വാസനയുള്ള വെള്ളം കൊണ്ട് പറ്റുംച്ചാൽ ചെയ്യണമെന്ന് പറഞ്ഞു. ഇനി എന്താ അറിയോ, അത് ഞാൻ വായിക്കാം. 30 കഴിഞ്ഞിട്ട് 31ലേക്ക് പോവാം നമുക്ക്. ചന്ദനോ ശീര കർപ്പൂര കുങ്കുമാഗരുവാസിതൈ സലിലൈ സ്നാപയൻ മന്ത്രൈർ നിത്യതാ വിഭവേ സതി. അങ്ങനെ തന്നെ ദിവസേന അഭിഷേകം ചെയ്യണം. ഇനി 31. സ്വർണ്ണ ഘർമാനുവാകേന മഹാപുരുഷ വിദ്യയാ പൗരുഷേണാഭി സൂക്തേന സാമഭി രാജനാധിപി. ഇനി പുരുഷ സൂക്തം കൊണ്ടൊക്കെ എന്താണ് ആരാധിക്കണം എന്ന് പറയാൻ കേട്ടോ. എന്താ അറിയോ ഇതിൽ പറയണത്, ഈ മന്ത്ര അതായത് സുവർണം, ഘർമ്മം, പരിവേദനം മുതലായ മന്ത്രങ്ങൾ കൊണ്ടും പിന്നെ എന്താണ് പുരുഷ സൂക്തം കൊണ്ടും ഒക്കെ ഭഗവാനെ ഭക്തിപൂർവം പൂജിക്കണം എന്നാണ് ഇപ്പോൾ ഇതിൽ പറഞ്ഞത് കേട്ടോ. അതാണ് സുവർണേ ധർമ്മേ പരിവേദനം എന്നാരംഭിക്കുന്ന വേദമന്ത്രത്താലും ജിതം ദേ പുണ്ടരീക്ഷ എന്ന് തുടങ്ങുന്ന മഹാപുരുഷ വിദ്യയാലും സഹസ്രശീർഷ പുരുഷ എന്ന് തുടങ്ങുന്ന പുരുഷ സൂക്തത്താലും അത് പല മന്ത്രങ്ങളും ഉപയോഗിച്ച് എന്നെ ആരാധിക്കണം എന്ന് പറയണം ഭഗവാൻ. എന്താണ് സാമവേദങ്ങളത്തെ മന്ത്രങ്ങളാലും എന്നെ അഭിഷേകം ചെയ്യണം എന്ന് പറയുകയാണ് കേട്ടോ. അത് അഭിഷേകം ചെയ്യുമ്പോൾ പുരുഷ സൂക്തമൊക്കെ ചെല്ലും, നമ്മൾ കേൾക്കാറുണ്ടല്ലോ അമ്പലങ്ങളിലൊക്കെ അല്ലേ. അപ്പോൾ അങ്ങനെ ചെയ്യണം എന്ന് പറയാണ്. അതായത് മന്ത്രത്തിൻ്റെ പേര് പോലും പറഞ്ഞു. സുവർണം, ഘർമ്മം, പരിവേവനം മുതലായ മന്ത്രങ്ങൾ കൊണ്ടും ജിതന്തേ പുണ്ടരീകാക്ഷ നമസ്തേ വിശ്വഭാവന എന്നുള്ള മന്ത്രം കൊണ്ടും പുരുഷ സൂക്തം കൊണ്ടും പുരുഷ സൂക്തം കൊണ്ടും എന്നെ അഭിഷേകം ചെയ്യണം എന്ന്. അപ്പം നമുക്ക് അത്ര ഡീറ്റെയിൽഡായിട്ട് പോയാൽ ആവശ്യമില്ല. സ്വർണ്ണ ഘർമാനുവാകേന മഹാപുരുഷ വിദ്യയാ പൗരുഷേണാഭി സൂക്തേന സാമഭി രാജനാധിഭി. ഇനി വസ്ത്രങ്ങളൊക്കെ നൽകാം. വസ്ത്രോപവീതാഭരണ പത്രസർഗന്ധലേപനൈ അലം കുർവീത സപ്രേമ മദ്ഭക്തോ മാം യഥോചിതം. ഇനി അത് കഴിഞ്ഞാൽ അഭിഷേകം കഴിഞ്ഞാൽ കുളി കഴിഞ്ഞു എന്നാണല്ലോ അർത്ഥം. ഇനി വസ്ത്രം യജ്ഞോപവീതം,
അതായത് ഭഗവാൻ ഉടുക്കാൻ വസ്ത്രം നല്ല ഭംഗിയുള്ള പട്ട്, പിന്നെ യജ്ഞോപവീതം പൂണൂല്, സ്രഗ്ഗന്ധലേപനേഹി ആഭരണങ്ങൾ മാലയൊക്കെ മാല, പിന്നെ പിന്നെ കവിളത്തൊക്കെ നല്ല ചന്ദന ലേപനങ്ങളൊക്കെ വാസനയുള്ള കുറിക്കൂട്ടുകളൊക്കെ ഇടിയിക്കുക. പിന്നെ തുളസിമാലയോ എന്താ വെച്ചാൽ അതൊക്കെ. മൽഭക്ത എൻ്റെ ഭക്തൻ സപ്രേമ വളരെ സ്നേഹത്തോടെ യഥോചിതം ഉചിതം പോലെ മാം എന്നെ അലങ്കുർവീത അലങ്കരിക്കണം എന്ന് പറയുകയാണ്. അതായത് അതൊക്കെ നമ്മൾ പിന്നെ കുളി കഴിഞ്ഞാൽ സാധാരണ വസ്ത്രവും അലങ്കാരമൊക്കെ നമ്മൾ ചെയ്യണത് കാണാറുണ്ടല്ലോ അല്ലേ സാധാരണ. അപ്പോൾ പിന്നെ എന്താണ് ചന്ദനവും രാമച്ചവും കർപ്പൂരമൊക്കെ ഇട്ടിട്ടുള്ള വെള്ളം കൊണ്ട് കുളിപ്പിച്ചിട്ട് പിന്നെ അഭിഷേകം ചെയ്യുന്ന സമയത്ത് വേദത്തിലത്തെ പിന്നെ എന്താണ് വിദ്യാസ്തോത്രം കൊണ്ടും പുരുഷ സൂക്തം കൊണ്ടും സാമവേദ മന്ത്രങ്ങൾ കൊണ്ടുമൊക്കെ എന്നെ ഉപാസിക്കണം എന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ എൻ്റെ ഭക്തൻ എന്നെ നല്ല വസ്ത്രങ്ങൾ കൊണ്ട് വസ്ത്രം കുടിപ്പിക്കണം, നല്ല പട്ടൊക്കെ. പിന്നെ എൻ്റെ അവനവനുണ്ടെങ്കിൽ പറ്റുന്നത്ര നല്ല വസ്ത്രം കൊണ്ട് എന്നെ വസ്ത്രം ഉടിപ്പിക്കണം. എന്നിട്ട് പിന്നെ ആഭരണങ്ങളും എന്താണെന്ന് വെച്ചാൽ മാലയോ അല്ലെങ്കിൽ ഇപ്പോൾ തുളസിമാലയായാലും മതി, സുഗന്ധദ്രവ്യങ്ങൾ കൊണ്ടൊക്കെ എന്നെ അലങ്കരിക്കണം എന്ന് പറഞ്ഞു അല്ലേ. ഇനി അതെ സുഗന്ധദ്രവ്യങ്ങളും കൊണ്ടും എന്നെ അലങ്കരിക്കണം. ഇനി നമുക്ക് നോക്കാം. വസ്ത്രോപവീതാഭരണ വീതാഭരണ പത്ര സഗന്ധലേപനൈ അലങ്കുർവീത അലങ്കരിക്കണമെന്ന്. പ്രേമ മദ്ഭക്തോ മാം യഥോചിതം അവനോട് പറ്റുന്ന പോലെ പറയുന്നുള്ളൂ കേട്ടോ അതൊക്കെ. പിന്നെ പിന്നെന്താണ് ഇതിൽ ആ സ്റ്റെപ്പിൽ എന്താ പറഞ്ഞറിയോ പത്മം വിഭോ സർവത പ്രസ്ഫുരൽ പ്രോജ്വലഞ്ച സ്ഫുരദ്രശ്മി ശൂന്യം പരം ദുർലഭഞ്ച സ്വതോ നിർമ്മിതം പത്മകിഞ്ചൽക്കവർണം ഗൃഹാണാംബരം ദേവ പീതാംബരാഖ്യം. എനിക്ക് പീതാംബരം തരണം എന്നൊക്കെയാണ് അതിൽ പറയുന്നത് ഈ ഗർഗഭാഗവത്തിൽ. ഇനി നമുക്ക് ഒന്നെന്തായാലും ചെയ്യാം. പാദ്യമാചമനീയം ച ഗന്ധം സുമനസോക്ഷതാൻ ധൂപദീപോപഹാര്യാണി ദദ്യാൻമേ ശ്രദ്ധയാർച്ചക. ഇനി എന്താ പറയണ വെച്ചാൽ ഈ പിന്നെ പൂജ ചെയ്യണ ആൾ അല്ലെങ്കിൽ ആ സാധകൻ പാദ്യം ആചമനീയം ചന്ദനം പുഷ്പങ്ങൾ അക്ഷതം എള്ളും ഇതൊക്കെ ധൂപദീപാദികൾ നിവേദ്യങ്ങൾ എന്നിവയെല്ലാം വളരെ ഭക്തിയോടുകൂടി എനിക്ക് അർപ്പിക്കണം. ശ്രദ്ധയോർച്ചത പറഞ്ഞു കേട്ടോ, പ്രത്യേകം പറയേണ്ട ഭഗവാൻ ശ്രദ്ധയോടുകൂടി എനിക്ക് അർപ്പിക്കണം. ഇതിലൊക്കെ നമുക്ക് ഭക്തിയാണ് പ്രധാനം. എന്തു കൊടുത്താലും നമ്മൾ ഭക്തിയോടും ആദരവോടും. അതൊന്നും പറ്റില്ല വെച്ചാൽ മനസ്സിൽ ഇതൊക്കെ ചെയ്യാം. ഞാൻ ആക്ച്വലി അത് പഠിച്ച കാലത്ത് കുറേ കാലം ഞാൻ ചൊല്ലിയിരുന്നു. അത് ഈ ശ്രീകൃഷ്ണ പൂജ പഠിച്ച കാലത്ത് ഇങ്ങനെ ഓരോ മന്ത്രവും ചൊല്ലി മനസ്സിൽ ചെയ്തായിരുന്നതേ. അതുകൊണ്ട് അത് ബൈഹാർട്ടായിരുന്നു. പക്ഷെ പിന്നെ അത് വിട്ടു ഞാൻ. ഇപ്പം അത് ബൈഹാർട്ടല്ലാതെ നോക്കിയാൽ കിട്ടുമായിരിക്കും. അല്ലപ്പോൾ അങ്ങനെ ശ്രദ്ധയോടുകൂടി ചെയ്യണം എന്നുള്ളതാണ് ഭഗവാൻ ഉറപ്പ് പറയണത്. വേറെ ഒന്നും എങ്ങനെ അവനവന് പറ്റുന്ന പോലെ, പക്ഷെ ഭക്തിയോടുകൂടി ചെയ്യാൻ. അതാണ് പറഞ്ഞപ്പോൾ അതിൽ പാദ്യവും ആചമനീയവും ചന്ദനവും പുഷ്പവും അക്ഷതവും ധൂപവും ദീപവും നൈവേദ്യവും ഒക്കെ എനിക്ക് ശ്രദ്ധയോടുകൂടി അർപ്പിക്കണം. ഒന്നും കൂടിയും ചെയ്യാം. പാദ്യമാചമനീയം ചാഗന്ധം സുമനസോക്ഷതാൻ ധൂപദീപോപഹാര്യാണി ദദ്യാൻമേ ശ്രദ്ധയാർച്ചക. അർച്ചകൻ ചാൽ ആരാധിക്കുന്ന ആൾ. ഇനി പറ്റുകയാണെങ്കിൽ നമ്മൾ എങ്ങനത്തെ നൈവേദ്യം? ഗുഡപായസ സർപ്പീംഷി ഷഷ്കുല്യാപൂപമോദകാൻ സംയാവദധിസൂപാംശ്ച നൈവേദ്യം സതി കൽപ്പയേത്. എങ്ങനത്തെ പറ്റുവാണെങ്കിൽ നമുക്ക് അതിനുള്ള കഴിവുണ്ടെങ്കിൽ എങ്ങനത്തെ വേണ്ടതെന്നാണ് പറയണത് കേട്ടോ. നോക്കൂ, ശർക്കര പായസം, പാൽപ്പായസവും ശർക്കര വേറെ നേദിക്കാം. ശർക്കര, പാൽപ്പായസം, നെയ്യ്, പലതരം പലഹാരങ്ങൾ, വിവിധ തരം അന്നങ്ങൾ, പലതരം ചോറുകൾ എന്നിവയൊക്കെ എനിക്ക് നിവേദിക്കാവുന്നതാണ്. അതൊക്കെ സാധിച്ചാലേ വേണ്ടു. ഇല്ലെങ്കിൽ അതൊക്കെ മനസ്സുകൊണ്ടും കൊടുക്കാം ഭഗവാന്, മനസ്സിനും കൊടുക്കാം. നമുക്കിപ്പോൾ വയസ്സൊക്കെ ആകുമ്പോൾ നമുക്ക് ഉണ്ടാക്കാനൊന്നും സാധിക്കില്ല വെച്ചാൽ വേണ്ട, മനസ്സുകൊണ്ട് പായസം ഉണ്ടാക്കി ഭഗവാന്റെ മുമ്പിൽ വയ്ക്കാം അല്ലേ. ഒരു ശർക്കരയുടെ കഷ്ണം ഭഗവാന്റെ മുമ്പിൽ മനസ്സുകൊണ്ട് വയ്ക്കാം അല്ലേ. അപ്പം നമുക്കിപ്പോൾ അപ്പം വളരെ പ്രധാനമാണല്ലോ, ഭഗവാന് കൊടുക്കാറുണ്ടല്ലോ നമ്മൾ. കാരോലപ്പം ഉണ്ടാക്കി ഇത് നമ്മൾ
ഉണ്ടാക്കി കഴിഞ്ഞ് സങ്കല്പിച്ച് വയ്ക്കാം, ഒക്കെ മനസ്സിലായാലും മതി. പക്ഷെ അതിൽ നമ്മളുടെ ആത്മാർത്ഥ ഭക്തിയാണ് പ്രധാനം എന്നാണ്. പറ്റുകയാണെങ്കിൽ ഇങ്ങനെ നെയ്പായസവും, ശർക്കരയിട്ടുള്ള നെയ്പായസവും പാൽപ്പായസവും അപ്പവും പലതരം പലഹാരങ്ങളും എല്ലാം പിന്നെ ഭഗവാന് എനിക്ക് സമർപ്പിക്കണം എന്നാണ് പറഞ്ഞത്. അപ്പം നമുക്ക് 34 വായിച്ച് നിർത്താമെന്ന് ചോദിക്കണം. അല്ലെങ്കിൽ എണ്ണച്ചുക്കുളി അതും കൂടി വേണമെങ്കിൽ ആവാം. ഗുഡപായസ സർപ്പീംഷി ശഷ്കുല്യ പൂപമോദകാൻ സംയാവദധി സൂപാംശ്ച നൈവേദ്യം സതി കൽപ്പയേത്. അതായത് പാലിൽ വേവിച്ച ഗോതമ്പ് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. തൈര് വ്യഞ്ജനങ്ങൾ ഒക്കെ എനിക്ക് സമർപ്പിക്കാം എന്ന് പറയുന്നുണ്ട്. ഇനി 35 കൂടി വായിക്കാം. അഭ്യങ്കോന്മർദ്ദനാദർശദന്തധാവാഭിഷേചനം അന്നാദ്യ ഗീത നൃത്യാദി പർവണി സ്യുരുതാന്വഹം. ഇനി എന്താ ഇങ്ങനെ നൈവേദ്യം കഴിഞ്ഞാൽ പിന്നെന്താണോ പറയണ വെച്ചാൽ പിന്നെ പലതരം അന്നങ്ങളെന്നൊക്കെ പറഞ്ഞല്ലോ. എണ്ണ തേച്ച് കുളി, എന്നിട്ട് നമ്മൾ നല്ലവണ്ണം തലോടി കൊടുക്കുക. അഭിഷേകം മുതലായത് അതാത് കാലങ്ങളിൽ നിർവഹിക്കാവുന്നതാണ്. അതായത് ഇപ്പോൾ സമയമുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഭഗവാനെ അഭിഷേകം ചെയ്യണതിൻ്റെ മുമ്പേ ഈ ഗുരുവായൂരൊക്കെ പതിവുള്ള പോലെ തൈലാഭിഷേകം അല്ലേ, പിന്നെ വാകച്ചാർത്ത്, അതാണ് കുളിപ്പിക്കണത്. നമ്മൾ തേച്ച് കുളിപ്പിക്കുകയൊക്കെ ചെയ്യില്ല, അതൊക്കെ നമുക്ക് ചെയ്യാം. ഇല്ലെങ്കിൽ എന്താ അവനവന് പറ്റുന്ന അതാണ് അതിൽ പറഞ്ഞത്. എണ്ണ തേച്ചിട്ട് കുളിപ്പിക്കുക, എന്നിട്ട് നല്ലോണം തുടയ്ക്കുക, അല്ലെങ്കിൽ നല്ലോണം നമ്മൾ മസാജ് ചെയ്യണ പോലെ ഭഗവാനെ നല്ലോണം വൃത്തിയാക്കുക. അഭിഷേകം മുതലായത് നമുക്ക് പറ്റുകയാണെങ്കിൽ അതാത് കാലത്ത് ചെയ്യാം. ഇപ്പോൾ ഗുരുവായൂരൊക്കെ എന്നും ചെയ്യണ്ടല്ലോ അല്ലേ. പിന്നെ അന്നദാനം വളരെ നിർബന്ധമായിട്ട് പറ്റിച്ചാൽ ചെയ്യണമെന്നുണ്ട്, പറ്റിച്ചാൽ കഴിയുള്ളവരെ. പിന്നെ പാട്ട് പാടുക, നൃത്തം, ഗീതം നിർത്തിയാൽ ഇവയൊക്കെ എല്ലാ ദിവസവും നമ്മൾ നടത്തിയാൽ സന്തോഷമാണ്. ഇതൊക്കെ പറ്റുംച്ചാലെന്നേ പറയുന്നുള്ളൂ, ഗീതവും നൃത്തമൊക്കെ കേട്ടോ. അത് പറഞ്ഞ് നിർത്താം നമുക്ക്. അതായത് പിന്നെ തൈലാഭിഷേകവും വാകച്ചാർത്തും ഒക്കെ ചെയ്യാൻ വേണമെങ്കിൽ അഭ്യങ്കഞ്ച എണ്ണയാണ്. അഭ്യങ്കോന്മർദ്ദന ദർശദന്തധാവാഭിഷേചനം, പല്ല് തേപ്പിക്കുക ഒക്കെ ചെയ്യാം ഭഗവാനെ. ദന്തധാവനം, അന്നാദ്യ ഗീത നൃത്യാദി അതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ എല്ലാം അത് ആദ്യത്തെയാണ് പറഞ്ഞത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞിട്ട് ഭഗവാനെ അവസാനം അതേ കുൽക്കുഴിക്കുകയും പല്ലേപ്പിക്കുകയൊക്കെ ചെയ്യാം ഭക്ഷണം കഴിച്ചതിന് ശേഷം. എന്നിട്ട് പിന്നെ അന്നദാനം ചെയ്യണം വന്നവർക്കൊക്കെ. അത് കഴിഞ്ഞിട്ട് ഗീതവും നൃത്തവും, അതായത് പാട്ട് പാടാൻ അറിയണവർക്ക് പാടാം, നൃത്തം ചെയ്യാൻ അറിയണവർക്ക് ഭഗവാനായിട്ട് സമർപ്പിച്ചുകൊണ്ട് നൃത്തം ചെയ്യാം. അതൊക്കെ നല്ല തന്നെയാണ് എന്നാണ് പറഞ്ഞത്. അതായത് പഞ്ചാമൃതം എന്ത് വേണമെങ്കിൽ അഭിഷേകത്തിന് ഉപയോഗിക്കാട്ടോ. ആദ്യം അഭിഷേകത്തിൻ്റെ സമയത്തെ എണ്ണ, അതായത് തൈലാഭിഷേകം, വാകച്ചാർത്ത്, പിന്നെ പല്ല് തേപ്പിക്കുക, അങ്ങനെയൊക്കെ ഗുരുവായൂരപ്പനെ അതൊക്കെ ചെയ്യാറുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പഞ്ചാമൃതം കൊണ്ട് അഭിഷേകം, പിന്നെ പാട്ട്, നൃത്തം, ഇങ്ങനെയെല്ലാം ഭഗവാന് അർപ്പിച്ചാൽ ഭക്തിയോടുകൂടി അർപ്പിക്കാവുന്നതാണ്. വേണമെന്ന് ഭഗവാൻ പറയുന്നില്ല, പറ്റുമെങ്കിൽ എന്നേ പറയുള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടെ നിർത്താം. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഗുരുവായൂരപ്പ ശരണം. സമസ്താപരാധം ക്ഷമസ്വമേ.